ഇതാദ്യമായി സംഭവിക്കുന്നതല്ല. തിരുവനന്തപുരത്തെ ബീച്ച് ഫെസ്റ്റിവലിന് വലിയ ആഘോഷമായി നടക്കുന്ന ബീച്ച് ഫെസ്റ്റിവലിനാണ് 2023 ഇതുപോലെ പോലീസ് ഇടപെട്ടു, വലിയ വിവാദമായി. കൊച്ചിയിൽ നൈറ്റ് ക്ലബിൻ്റെ ആഘോഷവും പരിപാടിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതുപോലെ പോലീസ് ഇടപെട്ടു, അത് വലിയ വിവാദമായി, കേസെടുക്കുന്ന സ്ഥിതി ഉണ്ടായി പോലീസിന്. കോഴിക്കോട്ട് നാടകോത്സവം അത് വലിയ ചർച്ചയാണ്. 2021 പോലീസ് ഇടപെട്ട് നിർത്തിക്കുകയാണ് ചെയ്തത്. കാരണം പൊതുസ്ഥലത്ത് മൈക്ക് വെച്ചിട്ടുള്ള പരിപാടിയായിരുന്നു. ഇനി അതേസമയം ഈ തൃശ്ശൂർ പൂരത്തിൽ പോലീസ് ഇടപെട്ടത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കൊല്ലത്ത് ക്ഷേത്രോത്സവത്തിൽ, കൊല്ലം ജില്ലയിലെ കുഴിക്കണ്ട ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ 10 മണിക്ക് പോലീസ് ഇടപെട്ടത് വലിയ പ്രശ്നമായി മാറിയിട്ടുണ്ട്. പുനലൂർ ആയിരവല്ലി ക്ഷേത്രത്തിൽ ഇതുപോലെ വലിയ പ്രശ്നമായിട്ടുണ്ട്. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലയിടത്തും ഈ ഇടപെടലുണ്ടാകുന്നുണ്ട്. അപ്പം ചാടിക്കയറി ഇത് സംഘി പോലീസാണ്, ഇത് അങ്ങനെ വർഗീയമായി ഈ വിഷയത്തെ അവതരിപ്പിക്കുന്നത് അങ്ങേയറ്റം തെറ്റായ ഒരു സംഗതിയാണ്. അതിപ്പോൾ ആരായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ളവർ ആ കാര്യത്തിൽ ഒരു ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത്. സമയം നീട്ടാനുള്ള ഇടപെടൽ വേണമെങ്കിൽ നടത്താം. അത് പക്ഷേ അത്ര എളുപ്പമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിലവിൽ നിയമം അതാണ്. അതിനകത്ത് ആ നിലയ്ക്കുള്ള വളരെ ഈസി ആയിട്ടുള്ള ഒരു ഇടപെടൽ സാധ്യമല്ല. അപ്പോൾ ഇതിനെ വർഗീയമായി, കാരണം ഇപ്പോൾ ആയിരവല്ലി ക്ഷേത്രത്തിൽ അങ്ങനെയാണെങ്കിൽ ഇടപെട്ടത് മറ്റേ ഫേസ്ബുക്ക് ഭാഷയിലാണെങ്കിൽ സുഡാഫി പോലീസാണെന്ന് ആരോപിക്കാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ ആ നിലയ്ക്ക് വർഗീയമായി അവതരിപ്പിക്കുന്നത് ശരിയല്ല.